ഹായ് ഓൾ, എൻ്റെ പേര് ഷഹന അനീഷ്. കോട്ടയം ജില്ലയിലെ മുണ്ടക്കയമാണ് എൻ്റെ സ്ഥലം. ഞാൻ ആദ്യമായി വോയിസ് കൊടുക്കുന്ന വീഡിയോ ആണിത്. ഞാൻ ഈ വീഡിയോ ഇട്ടതുകൊണ്ട് എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരം ഇതിൽ നിന്ന് കിട്ടിയാൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. ഇതിനോടൊപ്പം ഞാൻ സ്റ്റിച്ച് ചെയ്ത കുറച്ച് ഡ്രസ്സുകൾ കൂടി ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി കാര്യത്തിലേക്ക് വരാം. നമ്മൾ ഇന്ന് സോഷ്യൽ മീഡിയ തുറന്നാൽ ഒരു 70% കാണുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, പരസ്യമായിട്ടും മറ്റും നിങ്ങൾക്ക് വെറും തയ്യൽക്കാരി ആയിരുന്നാൽ മതിയോ, അതോ ഒരു ഫാഷൻ ഡിസൈനർ എന്നറിയപ്പെടണ്ടേ? അവരുടെ പരസ്യങ്ങളൊക്കെ ആകാം. അപ്പം ഫാഷൻ ഡിസൈൻ പഠിച്ച് നിൽക്കുന്നവർ സ്റ്റിച്ചിങ് മേഖല മാത്രം കൈകാര്യം ചെയ്യുന്നവരെ കുറ്റം പറയുന്നതല്ല. അതവരുടെ കരിയർ അവർ സെറ്റാക്കുന്നു, അത്രയേ ഉള്ളൂ. അത് കേൾക്കുന്ന താമസം അത്യാവശ്യം തയ്യലൊക്കെ അറിയാവുന്ന, വെളിയിലൊക്കെ തയ്ച്ചു കൊടുക്കുന്ന നമ്മളെപ്പോലുള്ള കുറച്ച് ആൾക്കാർ ഫുള്ള് കാറ്റ് നിറച്ച ഒരു ബലൂണ് പെട്ടെന്ന് കാറ്റഴിച്ചു വിട്ടതുപോലെ ഒരൊറ്റ ഇരിപ്പാണ്. അത്രയും വാക്ക് കേട്ട് ആ ഒരു പരസ്യം കേട്ട് കഴിയുമ്പോൾ അവരുടെ അവസ്ഥ അതാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കേട്ട് കഴിയുമ്പോൾ നമ്മളത് മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. സ്റ്റിച്ചിങ് വീഡിയോ ചെയ്യുന്നതും മോഡൽസ് വീഡിയോ ചെയ്യുന്നവരൊക്കെ അവരുടെ വീഡിയോ വൈറലാകുന്നതിന് വേണ്ടി അവരങ്ങനെ പല കാര്യങ്ങളും പറയും. അതുപോലെ തന്നെ ഓരോ വീഡിയോയിൽ സ്റ്റിച്ചിങ്ങിനെ കുറിച്ചൊക്കെ ആൾക്കാരിങ്ങനെ പറയുന്നത് കേൾക്കാം. ഞാൻ കുറേ കഷ്ടപ്പെട്ട് ചെയ്തതാണ്, ഇങ്ങനെ തയ്ക്കാൻ ഒത്തിരി കഷ്ടപ്പെട്ടു, 3 ദിവസം എടുത്തു, 4 ദിവസം എടുത്തു എന്നൊക്കെ. ചിലപ്പോൾ അവരുടെ കാര്യത്തിൽ അങ്ങനെയാകാം. ഒരു 90% അങ്ങനെയൊക്കെ പറയുന്നത് അവരുടെ വിജയത്തിന് വേണ്ടിയാണ്. അല്ലാതെ തയ്യലെന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അത്രയ്ക്ക് പാടുള്ള ഒരു ഫീൽഡൊന്നുമല്ല. നന്നായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ അറിയുന്ന ഒരാൾക്ക് ഫാഷൻ ഡിസൈൻ പഠിക്കേണ്ട ആവശ്യം ഇല്ല. ഫാഷൻ ഡിസൈൻ പഠിക്കുന്നത് ചെള്ളെന്നല്ല പറയുന്നത്. ഫാഷൻ ഡിസൈൻ പഠിച്ചാൽ തയ്യലിൻ്റെ എല്ലാ മേഖലകളും നമുക്ക് പ്രാപ്തമാകാൻ പറ്റും. അപ്പം ഏത് മോഡൽ കണ്ടാലും നന്നായിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന ഒരാൾക്ക് ഒരു പ്രാവശ്യം കണ്ടാൽ മതി, അവരതുപോലെ തന്നെ കറക്റ്റ് ഫാഷൻ ഡിസൈനിങ് പഠിച്ചവരെ പോലെ തന്നെ അതേ മോഡലിൽ തയ്ച്ചെടുക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഞാൻ പറയാൻ പോയ വിഷയം അതല്ല. ഞാനിപ്പോൾ പറയുന്നത് ഒട്ടും സ്റ്റിച്ചിങ് അറിയാൻ പാടില്ലാത്തവർക്കും കുറച്ചൊക്കെ സ്റ്റിച്ചിങ് അറിയാവുന്നവർക്കും ഒക്കെ വേണ്ടിയുള്ള ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പം നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ സ്റ്റിച്ചിങ് പെർഫെക്റ്റായിട്ട് പഠിക്കാൻ പറ്റും. അതിന് ഒരു കോച്ചിൻ്റെ ആവശ്യമില്ല. പിന്നെ 1 രൂപ പോലും മുതലൊന്നും വേണ്ട. പിന്നെ അതെങ്ങനെയെന്നല്ലേ പറയാം. ആദ്യം നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, ഫസ്റ്റത്തെ നമ്മുടെ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു ലൈൻ ഫ്രോക്ക് പോലുള്ള, അല്ലെങ്കിൽ ലൈൻ ഫ്രോക്കോ അല്ലെങ്കിൽ ഒരു സ്ലിറ്റ് ചുരിദാറോ പഴയതെടുക്കണം. നമുക്കിപ്പം കുറേ നാളായി കഴിഞ്ഞ് ഉപേക്ഷിച്ച് ഒരു ചുരിദാർ എടുക്കുക. അതെടുത്തിട്ട് അത് കീറാതെ മൊത്തം ഇരുന്ന് അഴിക്കണം. നമ്മൾ തയ്യൽ പഠിക്കാൻ വേണ്ടി ഒരു കുറച്ചൊക്കെ മെനക്കെട്ടേ പറ്റത്തുള്ളൂ. അത് അഴിക്കണം. എന്നിട്ട് അത് തന്നെ സ്റ്റിച്ച് ചെയ്ത് നോക്കണം. അതിപ്പം നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല, അതിൻ്റെ നെക്കൊക്കെ അഴിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണെന്ന് വെച്ചു. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിനെ വെച്ച് മറ്റൊരു തുണിയിൽ, അതൊരു പഴയ നൈറ്റിയോ അങ്ങനെ എന്തെങ്കിലും ഒരു തുണി നമുക്ക് കിട്ടുക. അപ്പോൾ ആ ഒരു തുണി മടക്കിയിട്ടിട്ട് 4ആക്കിയോ 2ആക്കിയോ മടക്കിയിട്ടിട്ട്, പിന്നെ ഈ അഴിച്ച ചുരിദാർ അതുപോലെ തന്നെ അതിൻ്റെ പുറത്തിട്ടിട്ട് ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടിയിട്ട് വെച്ച്, അല്ലെങ്കിൽ 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടിയിട്ടിട്ട് വെട്ടിയെടുക്കണം. അപ്പം നമ്മൾ അഴിച്ചത് നമുക്കറിയാമല്ലോ. ആ ഒരു ഇത് വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ, ഏകദേശം ഒന്ന് സ്റ്റിച്ച് ചെയ്യാനൊക്കെ അറിയുന്നവരായിരിക്കുമല്ലോ നമ്മൾ ഇങ്ങനെ ചുരിദാർ സ്വന്തമായിട്ട് തയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സ്വന്തമായിട്ടൊരു ചുരിദാർ സ്റ്റിച്ച് ചെയ്തിടാൻ എത്രത്തോളം ആഗ്രഹം ഒരാൾക്ക് മനസ്സിലുണ്ടോ അത്രത്തോളം തന്നെ ആ ചുരിദാർ പെർഫെക്റ്റ് ആവും, ശരിയാവും. അഥവാ ശരിയായില്ല എന്ന് നമുക്ക് കാണുമ്പോൾ അറിയാമല്ലോ. അഥവാ ശരിയായില്ലെങ്കിൽ വീണ്ടും വീണ്ടും ആവർത്തിക്കണം. അതുപോലെ തന്നെ പഴയ ചുരിദാർ അഴിക്കുക, അത് വീണ്ടും വേറൊരു തുണിയുടെ പുറത്ത് വെച്ച് വെട്ടുക. അങ്ങനെ നമ്മൾ തുടർന്ന് തന്നെ 1, 2, 3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യണം. അങ്ങനെ ഒരു 2-3 തവണ തയ്ച്ച് കഴിഞ്ഞ് രണ്ടാമത്തെ ഘട്ടം എന്നാന്ന് ചോദിച്ചാൽ, നിങ്ങളൊരു യൂട്യൂബ് എടുത്തിട്ട് ഈസി മെത്തേഡ് ചുരിദാർ കട്ടിങ് അങ്ങനെയൊക്കെ നമ്മളൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ ചുരിദാർ വെട്ടി തയ്ച്ച് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോസ് കിട്ടും. ആ വീഡിയോ എടുത്തേച്ച് ഒരു തവണ നമ്മൾ നന്നായിട്ട് ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത് പോലെ അവിടെ ഇരുന്ന് ക്ഷമയോടെ മറ്റ് പ്രശ്നങ്ങളിലേക്കൊന്നും പോകാതെ നമ്മൾ അത് മനസ്സിലാക്കണം. അടുത്ത തവണ അതേ വീഡിയോ തന്നെ ഒന്നുകൂടി ഓണാക്കിയിട്ട് ഒരു തുണി ഇട്ടിട്ട് അവർ പറയുന്നത് പോലെ വെട്ടി അവരുടെ കൂടെ ഇരുന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഏകദേശം ചുരിദാർ നമ്മൾ തയ്ച്ച് വരുമ്പോൾ കറക്റ്റായിരിക്കും. അടുത്ത തവണ നമ്മൾ പുതിയ തുണിയിൽ വെട്ടിയെടുക്കണം. പുതിയ തുണിയിൽ വെട്ടി നമ്മൾ തയ്ക്കുമ്പോൾ ആ തുണി നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി നമ്മൾ ശരിക്കും നോക്കും.
അങ്ങനെ നമ്മൾ തയ്ച്ചെടുത്താൽ പെർഫെക്റ്റായിട്ട് ഒക്കും. ഒരു 40 രൂപയ്ക്കൊക്കെ നല്ല തുണി കിട്ടും. ക്രേപ്പിൻ്റെയൊക്കെ തുണി ഇട്ടിട്ട് അത് വെച്ച് തയ്ച്ചെടുക്കാൻ ശ്രമിക്കുക. ഇല്ലെങ്കിൽ ഈ മാക്സി ക്ലോത്തൊക്കെ കിട്ടും 150 രൂപയ്ക്കൊക്കെ. അത്ര നല്ല പെർഫെക്റ്റ് തുണിയൊന്നും ആയിരിക്കത്തില്ല. അതുപോലത്തെ തുണിയിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ നോക്കണം. ആ വീഡിയോ നോക്കി അതുപോലെ തന്നെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കണം. പിന്നെ അതിൻ്റെ നെക്ക്, സ്ലീവ്, ഷോൾഡർ അതൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തയ്ക്കാൻ നോക്കുക. അതിൽ ഈ ലേസ്, മുത്ത് അല്ലെങ്കിൽ ചെറിയ ചെറിയ ഫ്ലവറുകൾ അങ്ങനെ കടയിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടും. അപ്പോൾ അതൊക്കെ വെച്ച് നമ്മളൊന്നുകൂടി മോടി കൂട്ടാൻ നോക്കണം. എന്നിട്ട് കണ്ണാടിയിൽ പോയി നോക്കി നമ്മൾ ഇട്ട് നോക്കിയിട്ട് എവിടെയാണ് അതിൻ്റെ പ്രശ്നം എന്ന് സ്വയം മനസ്സിലാക്കിയിട്ട് അത് എത്ര പ്രാവശ്യം ഊരുക, ഇടുക, അങ്ങനെ നമ്മൾ ക്ലിയർ ചെയ്ത് പെർഫെക്റ്റ് ആക്കി ആ ചുരിദാർ എടുക്കണം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഷോൾഡർ ഇറങ്ങിപ്പോകരുത്, പിന്നെ നെക്ക് അകന്നു പോകരുത്. അത് തന്നെയാണ് ചുരിദാറിൻ്റെ ഏറ്റവും ഭംഗി നഷ്ടപ്പെടുത്തുന്നത്. സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി, ഞാൻ ക്ലിയർ പറ്റുന്നതാണെങ്കിൽ ചെയ്തു തരാം. പിന്നെ ഏറ്റവും പെർഫെക്റ്റ് ആയതിനു ശേഷമേ നമ്മൾ മറ്റൊരാളെ സ്റ്റിച്ച് ചെയ്തത് കാണിക്കാവുള്ളൂ, ഞാനിത് തയ്ച്ചതാണെന്നും പറഞ്ഞ്. അപ്പോൾ അഭിപ്രായം ചിലപ്പം നല്ലത് കേൾക്കേണ്ടി വരും, ചിലപ്പം കൊള്ളില്ല, നിനക്ക് പറ്റിയ പണിയല്ല, ഇതൊക്കെ കേൾക്കേണ്ടി വരും. അത് നമ്മൾ നോക്കരുത്. പിന്നെ ഇതേ സ്റ്റിച്ചിങ് തന്നെ വേറെ വീഡിയോ, അതായത് യൂട്യൂബ് നമ്മൾ കണ്ട വീഡിയോ അല്ലാതെ വേറൊരു വീഡിയോ എടുത്ത് കാണണം. അതായത് ചുരിദാർ സ്റ്റിച്ച് ചെയ്യുന്നത് തന്നെ. അങ്ങനെ സോഷ്യൽ മീഡിയ തുറന്ന് പല വഴിക്ക് പോകാതെ, നമ്മൾ ഈ പലതും കണ്ടു പോകാതെ സ്റ്റിച്ചിങ് മേഖല മാത്രം സെർച്ച് ചെയ്യണം. അവരെന്താണോ ചുരിദാറിൽ മോഡലാക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ മോഡലാക്കണം, ചെയ്യണം. ചുരിദാറിലോട്ട് പല പല മോഡൽസും ചെയ്ത് നോക്കണം. ഏത് തരം ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുന്നത് യൂട്യൂബിൽ നമ്മൾ സെർച്ച് ചെയ്താൽ കിട്ടും, അത് നോക്കി ചെയ്യണം. അങ്ങനെ വീടിൻ്റെ ഉള്ളിലിരുന്ന് തന്നെ നമുക്ക് 10 പൈസ മുതൽ മുടക്കില്ലാതെ സ്റ്റിച്ച് ചെയ്ത് പഠിക്കാം. ഈ ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതിനേക്കാളും ഏറ്റവും നല്ലത് യൂട്യൂബ് വീഡിയോസ് കണ്ട് സ്റ്റിച്ച് ചെയ്യുന്നതാണ്. നമ്മൾ ചെയ്യുന്നത് പോലെ, നമ്മൾ ചുരിദാർ തയ്ച്ചിരുന്ന പോലെ കൂട്ടുകാരോട് പറയണം, ഞാൻ നിനക്ക് ചുരിദാർ സ്റ്റിച്ച് ചെയ്ത് തരാം. അങ്ങനെ നമ്മൾ പൈസയൊന്നും മേടിക്കരുത്. പൈസയല്ല, നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്ത് മറ്റൊരാൾക്ക് തയ്ക്കുമ്പോഴത്തേക്ക് നമുക്കൊന്നുകൂടി പേടി തോന്നും, അത് ആ തുണി നശിപ്പിച്ച് കളയരുത്. അങ്ങനെയൊക്കെ ഒരു ഇത് വരുമ്പോഴത്തേക്കും നമ്മൾ ഇച്ചിരി കൂടെ പെർഫെക്റ്റ് ആക്കുക ചുരിദാർ. ഒരു 3 മാസം മെനക്കെടാൻ തയ്യാറാണെങ്കിൽ, ഒരുപോലെ എല്ലാ ദിവസവും അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് മെനക്കെട്ട് സ്റ്റിച്ച് ചെയ്യാൻ തയ്യാറാണെങ്കിൽ, നിങ്ങളൊരു നല്ലൊരു തയ്യൽക്കാരി, ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ, മറ്റൊരാൾക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റിച്ചിങ്ങുകാരിയായി മാറും. യൂട്യൂബ് നോക്കി സ്റ്റിച്ചിങ് പഠിച്ച പലരും ഇന്ന് ബൊട്ടിക്കിട്ട് വിജയിച്ചവരെ തന്നെ എനിക്കറിയാം. അപ്പം നിങ്ങളിപ്പോൾ പറയും, ഇതാണ് ഇത്ര വലിയ കാര്യമായിട്ട് പറഞ്ഞത്, ഞങ്ങളിതൊക്കെ ചെയ്ത് നോക്കിയതാ, അപ്പം അത്രയ്ക്ക് റെഡിയായിട്ടില്ല, അങ്ങനെയൊക്കെ തോന്നും. പക്ഷേ ഇതിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വെച്ച് 1 തവണ 2 തവണയൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് വലിച്ചെറിഞ്ഞിട്ട് പോകുന്നവരാണ് കൂടുതലും. എന്താണെന്ന് ചോദിച്ചാൽ, എനിക്ക് പറ്റിയ മേഖലയല്ല എന്നും പറഞ്ഞ് ഇട്ടെറിഞ്ഞ് പോയ ഒത്തിരി പേരെ എനിക്കറിയാം. പാതി വഴി നിർത്തിയ ഒരു കാര്യങ്ങളും നമ്മൾ വിജയിച്ച ചരിത്രമില്ലല്ലോ. അങ്ങനെ ഒന്ന് പരിശ്രമിച്ച് നോക്കണം. എൻ്റെ ഈ വീഡിയോ കേൾക്കുന്നവർ 2026 കഴിയുമ്പോൾ സ്റ്റിച്ചിങ് മേഖല എല്ലാം കവർ ചെയ്തിരിക്കണം. ഹാൻഡ് എംബ്രോയ്ഡറി, അതുപോലെ തന്നെ ആരി വർക്ക്, പെയിൻറ്റിങ് എല്ലാം പഠിച്ചു തീർക്കാൻ ശ്രമിക്കണം. ഏറ്റവും കുറഞ്ഞത് നമുക്ക് സ്വന്തമായിട്ടെങ്കിലും സ്റ്റിച്ച് ചെയ്തിടാൻ കഴിയണം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഞാൻ എനിക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങളെനിക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരമായി എന്ന് തോന്നിയാൽ അത് കമൻറ്റിൽ അറിയിക്കണം. ഇഷ്ടമായില്ല എങ്കിലും അതും കമൻറ്റിൽ എഴുതി അറിയിക്കണം. ഇനിയും ഒത്തിരി ഉപകാരപ്രദമായിട്ടുള്ള സ്റ്റിച്ചിങ് സംബന്ധമായിട്ടുള്ള വീഡിയോസുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. പിന്നെ സ്റ്റിച്ച് ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയെന്ന് കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. പെട്ടെന്ന് സ്റ്റിച്ചിങ് പഠിക്കാനുള്ള 2-3 ടിപ്സുകളുണ്ട്. അതുമായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരാവേ. ഇനിയും അങ്ങനത്തെ നല്ല നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഇത്രയും നേരം എൻ്റെ വോയിസ് കേട്ട എല്ലാവർക്കും താങ്ക് യു. നല്ല വീഡിയോ ആയിട്ട് ഇനിയും വരാം. കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കേ.